Hello, ഇതാരെന്ന് മനസ്സിലായോ? This is my daughter Ami. Ami കുട്ടൻ. Hi buddy. Hi guys, welcome back to our channel QatarMalluvlogs. ഞാൻ സംനാഥ്, ഞാൻ സഫ. അല്ല? സഫ. അപ്പോൾ സേറ വെയിറ്റിംഗ് ആണ്. She'll come now. ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ QatarMalluvlogs. ഞാൻ സംനാഥ്, ഞാൻ സേറ. അപ്പോൾ നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ പരിപാടി സേറ? ഇന്നിപ്പോ മനസ്സിലാക്കാണോ, ഇന്ന് ഞങ്ങൾ കിച്ചണിലാണ് വന്നേക്കുന്നത്. വീണ്ടും കിച്ചണിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതെ, അപ്പൊ ഇന്ന് ഞങ്ങളൊരു കുക്കിംഗ് എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടൊരു സാധനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഇഷ്ടഭക്ഷണമായ ബീഫ്. அதனால உங்க ஊர்க்காரங்க புரோட்டா பீஃப் கறினா அவ்வளோ அலையறீங்க. അലയും ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ്. ബീഫ് വെച്ചിട്ട് ബീഫ് കൊണ്ടാട്ടം ഇതുവരെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല, കഴിച്ചിട്ടില്ല. അപ്പൊ ഇന്നാണ് ആദ്യമായിട്ട് അത് ട്രൈ ചെയ്യാൻ പോകുന്നത്. ടിക്ടോക്കിൽ ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ പോകുന്നതാണ്. അപ്പം അതിനൊരു റിവ്യൂഡ് ആയിക്കോട്ടെ, എങ്ങനെയാണ് ബീഫ് കൊണ്ടാട്ടം എന്നാണ് പേര്. അപ്പൊ എന്തായാലും നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. പറയുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ. വീഡിയോസ് കാണുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് നേരെ എന്തൊക്കെ സാധനങ്ങളാണ് ഞങ്ങൾ എടുത്ത് ചെയ്യുന്നത് കാണണ്ടേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബീഫ് കൊണ്ടാട്ടത്തിന് മെയിൻ വേണ്ടത് ബീഫാണ്. ബീഫ്, പിന്നെ വേണ്ടത് ഒരു സവോള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2-3 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വേണ്ടത് മസാലപ്പൊടികൾ: മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കോൺഫ്ലോർ, മൈദ. പിന്നെ വേണ്ടത് വറ്റൽമുളക്, ഒരു മുട്ട, കറിവേപ്പില. ഇത്തിരി സാധനങ്ങളൊന്നും കണ്ടു ഞെട്ടട്ടെ, ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ബീഫ് വേവിക്കാം. ബീഫ് നമ്മൾ വെറും മഞ്ഞളും കുരുമുളകും ഉപ്പും ഇട്ട് മാത്രം ആദ്യം വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ ബീഫ് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ഇട്ട് വേവിക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണേ. നമ്മൾ മലയാളികൾക്ക് ബീഫ് എന്ന് പറഞ്ഞ ഒരു ആരല്ലേ. നമ്മുടെ ബീഫ് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യണം. വേണ്ട, വെള്ളം വേണ്ട, വെള്ളം നമുക്കിങ്ങനെ ആക്കിയെടുക്കാം. ഇതിലേക്ക് ഫസ്റ്റ് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ്. മുട്ട ഒഴിച്ചു. ഇനി ബാക്കി അതാ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, പിന്നെ ബാക്കി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ മസാല: 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഗരം മസാല 1.5 ടേബിൾ സ്പൂൺ, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, കുറച്ച് കനൽ സൈഡ് അതേപോലെ നമ്മുടെ വെർഷനാണ് കേട്ടോ ഇത്. പിന്നെ കറിവേപ്പില, പിന്നെ ഇതിലേക്ക് ലെമൺ. ഇനി ഇത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് നല്ല ഞെരടി മിക്സ് ചെയ്യണം. Wait for a minute, Patu. Hi, buddy. Hi. Hi. Go. നല്ലപോലെ ഉപ്പ് ലാസ്റ്റ് ഇട്ടാൽ മതി, കാരണം ഓൾറെഡി ബീഫിന് ഇട്ടിട്ടുണ്ട്. ശകലം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിനി ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആക്കി എടുക്കണം ഈ ബീഫ്. ജസ്റ്റ് ഡീപ് ഫ്രൈ അല്ല, ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി.
അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ സെയിം എണ്ണ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ എണ്ണയിലേക്ക് വറ്റൽമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കണം. അതിലേക്ക് 1 സ്പൂൺ വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില ഇട്ട് അടിപൊളിയായി സോട്ട് ചെയ്യാം. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇത് നന്നായിട്ട് വഴടാന്ന് വേണം. ജസ്റ്റ് ഒന്ന് കഞ്ചി ആയിരിക്കണം സവാള എന്നാണ് പറയുന്നത്. ഇനി അതിൽ പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്തത്, പച്ചമുളക് 3-4 എണ്ണം, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ 2 ഇടണം കേട്ടോ. ഇതിലേക്ക് കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ടൊമാറ്റോ കെച്ചപ്പ്. നല്ലപോലെ സോട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബീഫ് കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് എന്ന് പറയാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ സോട്ട് ചെയ്തു ഇട്ടിട്ട് നല്ലപോലെ സോട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യണം ലാസ്റ്റ് ഒരു ഗാർണിഷിന് വേണ്ടി. ഹലോ, അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ നമ്മൾ ഇവിടെ ഇരിക്കുന്നതെന്ന്. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു, പക്ഷേ മക്കൾ എണീറ്റ്, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഓടി റൂമിൽ. ഓക്കെ, എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് പറഞ്ഞുതരാം. കണ്ടോ, നമ്മുടെ ബീഫ് കൊണ്ടാട്ടവും അതെ, ഇതാണ് നമ്മുടെ ബീഫ് കൊണ്ടാട്ടം. പൊറോട്ട നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാ. ബീഫ് കൊണ്ടാട്ടം ഇതാട്ടോ, അടിപൊളിയായിട്ടുണ്ട്. കാര്യം നമ്മൾ നല്ലപോലെ ഫ്രൈ ചെയ്ത് അതിനെ സോട്ട് ചെയ്തല്ലേ, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, മനസ്സിലാവും, ഫോക്കസ് ആവുന്നൊന്നും അറിയില്ല. ഓക്കെ, ഇനി എന്തായാലും എൻ്റെ പാർട്ട് കഴിഞ്ഞു, എൻ്റെ കുക്കിംഗ് കഴിഞ്ഞു. ഇതിനൊക്കെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. പൊരിയുണ്ട്, പപ്പടയുണ്ട്, പഴംപൊരി പപ്പടവട. ഞാൻ ആക്ച്വലി ഈ സംഭവം ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയാണ്, നല്ല സ്പൈസിയാണ്. കാരണം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ മുളക് ചേർക്കുന്നുണ്ട്, പിന്നെ അല്ലാതെ ഡ്രൈ ചില്ലി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്പൈസിയാണ്. പിന്നെ ആ ഒരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒരു പുളിയും ഒരു സ്വീറ്റ്നെസ്സും അതെല്ലാം ഉണ്ട്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഒരു നല്ലൊരു മധുരമുണ്ട്, ഒരു എരിവുമുണ്ട്, രണ്ടും കൂടെ ചേർന്നൊരു ടേസ്റ്റാണ്. കെച്ചപ്പിൻ്റെ മധുരമായിരിക്കും അല്ലേ, കെച്ചപ്പിൻ്റെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്ക്. ഇൻഗ്രീഡിയൻസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാടുണ്ടെന്ന് തോന്നും, പക്ഷേ അല്ല, എല്ലാ പേരിലുള്ള സാധനങ്ങൾ തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്, സീരിയസ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ ഈ പരീക്ഷണം വിജയിച്ചു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു റെസിപ്പി നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ QatarMalluvlogs. ഞാൻ സംനാഥ്, ഞാൻ സഫ. സന എവിടെ? സന, കം ഓൺ. ദിസ് ഈസ് സന. മൂളം തണ്ടിലൊരീണം പൊഴിഞ്ഞുവോ, മണിച്ചുണ്ടിലുണ്ടൊരു തേൻകണം. ഉണർന്നുവോ മൂളം തണ്ടിലൊരീണം പൊഴിഞ്ഞുവോ, മണിച്ചുണ്ടിലുണ്ടൊരു തേൻകണം. തനിച്ചു പാടിയ പാട്ടുകളെല്ലാം നിനക്കു ഞാൻ എന്റെ നൈവേദ്യമാക്കി. കൂടെ വിടെ മുല്ലക്കാട് വിടെ, ചെല്ലക്കാറ്റിനോടാ കഥ പറയുകില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ QatarMalluvlogs. ഞാൻ സംനാഥ്. ഒരു രാജമല്ലി വിടരുന്ന പോലെ
ഇതളെഴുതി മുന്നിലൊരു മുഖം. What's your name? സംന വാപ്പിയുടെ പേരല്ലേ? പാത്തിന്റെ പേരെന്താ? What's your name? സന.